Hi students, welcome to Beauty of Maths. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്മ്യൂട്ടേറ്റീവ് ബൈനറി ഓപ്പറേഷൻ ആൻഡ് അസോസിയേറ്റീവ് ബൈനറി ഓപ്പറേഷൻ. എന്താണ് അല്ലെങ്കിൽ എപ്പോഴാണ് ഒരു ബൈനറി ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആകുന്നത്? അതാദ്യം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. എ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഓൺ എ സെറ്റ് എസ് ഈസ് കമ്മ്യൂട്ടേറ്റീവ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ ഫോർ ഓൾ എ കോമ ബി ബിലോങ്സ് ടു എസ്. എസ് എന്ന് പറയുന്നൊരു സെറ്റ് നമ്മുടെ കയ്യിലുണ്ട്. സ്റ്റാർ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ബൈനറി ഓപ്പറേഷനാണ്. ആ ബൈനറി ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആകുന്നത് എപ്പോഴാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ബൈനറി ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ എ സ്റ്റാർ ബിയും ബി സ്റ്റാർ എയും തുല്യമായിരിക്കണം. ഓക്കെ, അതായത് ആ ഓപ്പറേഷൻ ഏത് രണ്ട് എലമെൻ്റ് എടുത്ത് ഈ പറയപ്പെട്ട ബൈനറി ഓപ്പറേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അത് ഈ വ്യത്യസ്തമായ രണ്ട് രീതികളിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അത് ഒരേ റിസൾട്ട് തന്നെയായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ നമ്മളുടെ ബൈനറി ഓപ്പറേഷൻ പ്ലസ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, പ്ലസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു സെറ്റ് നമ്മളിൽ തന്നിട്ടുണ്ട് എസ് എന്ന് പറയുന്നത്. ആ സെറ്റിൽ നിന്ന് ഏത് രണ്ട് എലമെൻ്റ് എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാലും എങ്ങനെ ആഡ് ചെയ്താലും ഒരേ റിസൾട്ടായിരിക്കണം, തുല്യമായിരിക്കണം. ഓക്കെ, അതായത് എ പ്ലസ് ബി ചെയ്ത് കഴിഞ്ഞാലും ബി പ്ലസ് എ ചെയ്ത് കഴിഞ്ഞാലും എന്ത് തന്നെ ആയിരിക്കണം, തുല്യമായിരിക്കണം. ക്ലിയർ ആണല്ലോ? ഫോർ എക്സാമ്പിൾ, addition and multiplication are commutative binary operations on Z, whereas subtraction is a binary operation on Z which is not commutative. അഡിഷനും മൾട്ടിപ്ലിക്കേഷനും ഇസഡിൻ്റെ കമ്മ്യൂട്ടേറ്റീവ് ബൈനറി ഓപ്പറേഷനാണ്. ഇസഡ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇസഡ് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് നമ്പേഴ്സ് വരും, 0 വരും, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പോസിറ്റീവ് നമ്പേഴ്സ് വരും. ഇവയുടെ കളക്ഷനാണ് ഇസഡ് എന്ന് പറയുന്നത്. ഈ ഇസഡിൽ നിന്നും ഏതെങ്കിലും രണ്ട് എലമെൻ്റ് എടുക്കുക. ഓക്കെ, ഞാൻ എക്സാമ്പിളാണ് പറയുന്നത്. ഏതെങ്കിലും രണ്ട് എലമെൻ്റ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഈ ഒരു എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എന്നുള്ള കണ്ടീഷൻ ആ സെറ്റിലെ ഏത് രണ്ട് എലമെൻ്റ് എടുത്താലും സാറ്റിസ്ഫൈ ചെയ്യണം, എങ്കിൽ മാത്രമേ കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇവിടെ നമ്മുടെ പ്ലസ് ആണ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അഡീഷനാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. ഇസഡ് ആണ് ഇവിടുത്തെ സെറ്റ് എന്ന് പറയുന്നത്. ഈ ഇസഡിൽ നിന്നും ഏത് രണ്ട് എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും അഡിഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എ സ്റ്റാർ ബി എന്ന് പറയുന്നത് ബി സ്റ്റാർ എക്ക് തുല്യമാകണം. അത് ഇവിടെ പ്ലസ് ആണ് ഓപ്പറേഷൻ. എ പ്ലസ് ബിയും ബി പ്ലസ് എയും തുല്യമാകണം. ഓക്കെ, ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ 3, 2 രണ്ട് എലമെൻ്റ് എടുക്കുന്നു. ഓക്കെ, 3 2 ഇതിനെ എങ്ങനെ ആഡ് ചെയ്താലും ഒരുപോലെ തന്നെയാണോ? 3 + 2 എന്ന് പറയുന്നതും 2 + 3 എന്ന് പറയുന്നതും സെയിം അല്ലേ? ഓക്കെ, ഇത്തരത്തിൽ ഇൻഡിജേഴ്സിൽ നിന്ന് ഏത് രണ്ട് എലമെൻ്റ് എടുത്ത് ഈ പറയപ്പെടുന്ന രീതിയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാലും സെയിം റിസൾട്ടാണ്, ഈക്വലാണ് കിട്ടുന്നത്. അതുകൊണ്ട് അഡിഷൻ എന്ന് പറയുന്നത് ഇസഡിൻ്റെ ഒരു കമ്മ്യൂട്ടേറ്റീവ് ബൈനറി ഓപ്പറേഷനാണ്. ഇനി മൾട്ടിപ്ലിക്കേഷൻ്റെ കേസ്, ഇപ്പോൾ 1 4 ഒരു എക്സാമ്പിൾ ഞാൻ എടുക്കുന്നു. ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ 1 × 4 ചെയ്ത് കഴിഞ്ഞാലും 4 × 1 ചെയ്താലും ഒരുപോലെ തന്നെയല്ലേ? ഇതുപോലെ ഇൻഡിജേഴ്സിലെ ഏത് രണ്ട് നമ്പർ എടുത്ത് നിങ്ങൾ ഇത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാലും ഓക്കെ, എ × ബി ബി × എ ഈ ഒരു ഫോർമാറ്റിൽ ചെയ്ത് കഴിഞ്ഞാലും രണ്ടും തുല്യം തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നതും ഇൻഡിജേഴ്സിൻ്റെ എന്ത് തന്നെയാണ്, ഒരു കമ്മ്യൂട്ടേറ്റീവ് ബൈനറി ഓപ്പറേഷനാണ്. പക്ഷേ സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു ബൈനറി ഓപ്പറേഷനാണ് ഇസഡിൻ്റെത്. പക്ഷേ അതെന്തല്ല, കമ്മ്യൂട്ടേറ്റീവ് അല്ല. ഓക്കെ, സബ്ട്രാക്ഷൻ ബൈനറി ഓപ്പറേഷനാണ്. കാര്യം ഇൻഡിജേഴ്സിൽ ഏത് രണ്ട് നമ്പർ എടുത്ത് സബ്ട്രാക്ട് ചെയ്താലും കിട്ടുന്നത് ഇൻഡിജറിലെ നമ്പർ തന്നെയാണ്, ഒരു ഇൻഡിജർ നമ്പർ തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് സബ്ട്രാക്ഷൻ ഒരു ബൈനറി ഓപ്പറേഷനാണ്, പക്ഷേ അത് കമ്മ്യൂട്ടേറ്റീവ് അല്ല. കാര്യം ഏത് രണ്ട് നമ്പർ എടുത്ത് നിങ്ങൾ എ മൈനസ് ബി ബി മൈനസ് എ ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് രണ്ടും തുല്യമായി വരണമെന്നില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പം 1 2 രണ്ട് നമ്പർ ഞാൻ എടുക്കുന്നു. 1 - 2 കാൽക്കുലേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ 2 - 1 കാൽക്കുലേറ്റ് ചെയ്യുന്നു. രണ്ടും സെയിം ആണോ? അല്ല. 1 - 2 എന്ന് വെച്ചാൽ എന്താണ്? -1 ആണ്. 2 - 1 എന്ന് വെച്ചാൽ എന്താണ്? 1 ആണ്. രണ്ടും തുല്യമല്ല. സോ സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് എന്തല്ല, ഒരു കമ്മ്യൂട്ടേറ്റീവ് ബൈനറി ഓപ്പറേഷൻ അല്ല എന്നുള്ളത് പ്രത്യേകം ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഈ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഓൺ ദി സെറ്റ് Mn of R of all n/n matrices with the entries from R, matrix addition is a commutative binary operation but matrix multiplication is not commutative. നമുക്ക് തന്നിരിക്കുന്ന Mn of R എന്ന് പറഞ്ഞൊരു സെറ്റാണ്. Mn of R എന്ന് വെച്ചാൽ അറിയാം, n/n മെട്രിസസിൻ്റെ കളക്ഷനാണ്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ n 3 ആയിട്ട് എടുക്കുന്നു. ഓക്കെ, n 3 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ M3 of R 3/3 മെട്രിസസിൻ്റെ കളക്ഷനാണ് നമുക്ക് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, 3/3 മെട്രിസസിൻ്റെ കളക്ഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, ഈ 3/3 മെട്രിസസിൻ്റെ കളക്ഷനിൽ നിന്നും ഏത് രണ്ട് മെട്രിസസ് എടുത്ത് ആഡ് ചെയ്താലും കിട്ടുന്നത്
ഒരു 3/3 മെട്രിക്സ് തന്നെയാണ്. സോ അതുകൊണ്ട് അഡിഷൻ എന്ന് പറയുന്നത് ഒരു ബൈനറി ഓപ്പറേഷനാണ്. ഇനി അത് കമ്മ്യൂട്ടേറ്റീവ് ആണോ? കമ്മ്യൂട്ടേറ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ ഏത് രണ്ട് മെട്രിക്സ് എടുത്ത് നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാലും A+B ചെയ്ത് കഴിഞ്ഞാലും B+A ചെയ്ത് കഴിഞ്ഞാലും തുല്യമായിരിക്കണം. അത് കമ്മ്യൂട്ടേറ്റീവ് മെട്രിക്സിൻ്റെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് കമ്മ്യൂട്ടേറ്റീവ് എന്നുള്ളത്. അതുകൊണ്ട് A+Bയും B+Aയും മെട്രിക്സിൻ്റെ കേസിൽ അഡീഷനിൽ തുല്യമായിരിക്കും. ഓക്കെ, ഏത് രണ്ട് മെട്രിക്സ് എടുത്ത് എങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാലും എന്തായിരിക്കും? സെയിം റിസൾട്ട് തന്നെയായിരിക്കും, ഈക്വൽ ആയിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് അഡീഷൻ എന്ന് പറയുന്നത് ഈ പറയപ്പെട്ട സ്ക്വയർ മെട്രിക്സസിൻ്റെ കേസിൽ എന്തായിരിക്കും? ഒരു കമ്മ്യൂട്ടേറ്റീവ് ബൈനറി ഓപ്പറേഷനാണ്. പക്ഷേ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്തല്ല? കമ്മ്യൂട്ടേറ്റീവ് ബൈനറി ഓപ്പറേഷൻ അല്ല. കാര്യം ഓൾറെഡി നമ്മൾ പ്രോപ്പർട്ടി പഠിച്ചിട്ടുള്ളത് ആ മെട്രിക്സിൻ്റെ പ്രോപ്പർട്ടി പറയുന്നുണ്ട് AB-യും BA-യും എന്തല്ല? ജനറലി ട്രൂ അല്ല. അതായത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് നിർബന്ധമില്ല മെട്രിക്സിൻ്റെ കേസിൽ. അതുകൊണ്ട് 3/3 മെട്രിക്സ് എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ സ്ക്വയർ മെട്രിക്സ് n/n മെട്രിക്സിൻ്റെ കേസിൽ നമ്മൾ ഏത് രണ്ട് മെട്രിക്സ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും A×B ചെയ്ത് കഴിഞ്ഞാലും അതുപോലെ തന്നെ B×A ചെയ്ത് കഴിഞ്ഞാലും തുല്യം ആകണം എന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്തല്ല? കമ്മ്യൂട്ടേറ്റീവ് അല്ല. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇതാണ് കമ്മ്യൂട്ടേറ്റീവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് എന്താണ് അസോസിയേറ്റീവ് ബൈനറി ഓപ്പറേഷൻ നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ കയ്യിലൊരു സെറ്റുണ്ട്. സ്റ്റാർ എന്ന് പറയുന്ന ഒരു ബൈനറി ഓപ്പറേഷനാണ്. അങ്ങനെയെങ്കിൽ ഈ സ്റ്റാർ എന്ന് പറയുന്ന ബൈനറി ഓപ്പറേഷൻ അസോസിയേറ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ A*B*Cയും A*B*Cയും തുല്യമായിരിക്കണം ഫോർ എവരി A,B,C ബിലോങ്സ് ടു S. ഓക്കെ, അന്നേരം എസ് നമ്മുടെ സെറ്റിൽ നിന്ന് 3 എലമെൻറ്റ് എടുക്കുന്നു. 3 എലമെൻറ്റ് ഈ പറയപ്പെട്ട രണ്ട് രീതിയിൽ ചെയ്യുമ്പോൾ തുല്യമായിട്ട് കിട്ടണം. ഓക്കെ, അങ്ങനെ ഏത് 3 മെമ്പേഴ്സ് എടുത്ത് ഈ പറയുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാലും തുല്യമാണെങ്കിൽ നമുക്ക് ആ ഓപ്പറേഷനെ ബൈനറി ഓപ്പറേഷനെ എന്തെന്ന് വിളിക്കാം? അസോസിയേറ്റീവ് ബൈനറി ഓപ്പറേഷൻ എന്ന് വിളിക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ സ്റ്റാർ എന്നുള്ളത് പ്ലസ് ആണെന്ന് വിചാരിക്കുക. പ്ലസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഓപ്പറേഷൻ എങ്ങനെ വരും? A+B, അത് എയും ബിയും കൂടെ ആഡ് ചെയ്യുന്നു. എന്നിട്ട് ആ കിട്ടുന്ന ആൻസറിൻ്റെ കൂടെ C ആഡ് ചെയ്യുന്നു. ഓക്കെ, അതെന്ന് പറയുന്നത് എന്തിന് തുല്യമായിരിക്കണം? A+B+Cക്ക് തുല്യമായിരിക്കണം. അത് A എന്ന് പറയുന്ന നമ്പർ B+Cയുടെ കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, ആദ്യം A+B കണ്ടുപിടിച്ചു, എന്നിട്ട് അതിൻ്റെ കൂടെ C ആഡ് ചെയ്തു. പിന്നീട് A എന്ന് പറയുന്നത് B+Cയുടെ കൂടെ ആഡ് ചെയ്യുന്നു. ഈ രണ്ട് രീതിയിൽ ചെയ്ത് കഴിഞ്ഞാലും ഒന്ന് തന്നെ ആയിരിക്കണം കിട്ടേണ്ടത്, ഈക്വൽ ആയിരിക്കണം. അങ്ങനെയെങ്കിൽ പ്ലസ് എന്ന് പറയുന്നത് അസോസിയേറ്റീവ് ആണെന്ന് പറയാം. മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ ഇതുപോലെ തന്നെയാണ്. ആദ്യം എയും ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് ആ കിട്ടുന്ന ഉത്തരം സിയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു അതിനുശേഷം A എന്ന് പറയുന്ന നമ്പർ B×C എന്ന് പറയുന്ന പ്രോഡക്റ്റിനൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഈ രണ്ട് ക്വാണ്ടിറ്റീസും സെയിം ആയിട്ടാണ് വരുന്നതെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അസോസിയേറ്റീവ് ആണ്. ഇതാണ് സംഗതി എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ അഡിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ആർ അസോസിയേറ്റീവ് ബൈനറി ഓപ്പറേഷൻസ് ഇൻ ഇസഡിൻ്റെ കേസ്. ഓക്കെ, അതായത് ഇൻറ്റിജേഴ്സിൻ്റെ കേസിൽ അഡിഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അസോസിയേറ്റീവ് ആണ്. അതായത് ഏത് 3 നമ്പേഴ്സ്, ഏത് 3 ഇൻറ്റിജർ നിങ്ങളെടുത്ത് ഈ പറയപ്പെടുന്ന രണ്ട് രീതിയിൽ ചെയ്ത് കഴിഞ്ഞാലും അത് എല്ലായ്പ്പോഴും തുല്യമായിരിക്കും. അതുകൊണ്ട് ഇൻറ്റിജേഴ്സിൻ്റെ കേസിൽ അഡിഷൻ ഒരു അസോസിയേറ്റീവ് ആണ് എന്നുള്ളത് നമുക്ക് പറയാം. അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷനും ഇൻറ്റിജേഴ്സിൽ ഏത് 3 ഇൻറ്റിജേഴ്സ് എടുത്ത് ഈ പറയപ്പെടുന്ന രീതിയിൽ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അതും തുല്യമായിരിക്കും. അതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നതും ഇൻറ്റിജേഴ്സിൻ്റെ കേസിൽ എന്താണ്? അസോസിയേറ്റീവ് ആണ്. പക്ഷേ സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് എന്തല്ല? അസോസിയേറ്റീവ് ബൈനറി ഓപ്പറേഷൻ അല്ല. ഓക്കെ, A-B-Cയും ഈ സ്റ്റാറിന് വരെ മൈനസ് കൊടുത്താൽ മതി. ഓക്കെ, സ്റ്റാറിന് വരെ മൈനസ് കൊടുക്കുക. സ്റ്റാറിന് വരെ മൈനസ് കൊടുക്കുന്നത് ഇങ്ങനെ വരും. A-B-Cയും A-B-Cയും ഇത് രണ്ടും തുല്യമാകണം നിർബന്ധമില്ല. ഓക്കെ, കാര്യം നമ്മൾ ഓൾറെഡി തൊട്ടുമുമ്പ് തന്നെ പറഞ്ഞു കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യത്തില്ലെന്ന്. അതേപോലെ തന്നെയാണ് ഇവിടെയും. ഏതെങ്കിലും 3 നമ്പേഴ്സ് നിങ്ങൾ എടുത്ത് നോക്കിയാൽ 1, 2, 3 നമ്പർ എടുക്കുക. ഓക്കെ, എന്നിട്ട് 1 - 2 - 3 എന്ന് പറയുന്നതും അതുപോലെ തന്നെ 1 - 2 - 3 എന്ന് പറയുന്നതും തുല്യമാണെന്ന് നോക്കുക. ഓക്കെ, 1 - 2 - 3 എന്താണ്? 2 - 3 എന്ന് വെച്ചാൽ -1, അതിൻ്റെ +1 ആയി, വിച്ച് ഈസ് ഈക്വൽ ടു 1 - 2 എന്താണ്? -1 ആണ്. -1 - 3 -1 - 3 എന്ന് വെച്ചാൽ എന്താണ്? -4 വരുന്നത്. ഓക്കെ, 1 + 1 എന്താണ് വരുന്നത്? 2 ആണ് വരുന്നത്. സോ ഇതൊന്നും എന്തല്ല? ഈക്വൽ അല്ല. ഓക്കെ, തുല്യമല്ല. സോ സബ്ട്രാക്ഷൻ്റെ കേസിൽ അസോസിയേറ്റീവ് ബൈനറി ഓപ്പറേഷൻ ആകണം ഇതില്ല. സബ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ അസോസിയേറ്റീവ് ആകണമെന്നില്ല. അതുകൊണ്ട് ഇൻറ്റിജേഴ്സിൻ്റെ കേസിൽ ഈ പറയപ്പെട്ട ഓപ്പറേഷൻ എന്ന് പറയുന്നത് അസോസിയേറ്റീവ് ആകണമെന്നില്ല. ഓക്കെ, അഡിഷനും മൾട്ടിപ്ലിക്കേഷനും അസോസിയേറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഓൺ ക്യൂ.
റാഷണൽ നമ്പേഴ്സിൻ്റെ കേസ് എടുക്കുന്നു. റാഷണൽ നമ്പേഴ്സിൽ അഡിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ആർ കമ്മ്യൂട്ടേറ്റീവ് ആൻഡ് അസോസിയേറ്റീവ് ബൈനറി ഓപ്പറേഷൻസ്. അഡിഷനും മൾട്ടിപ്ലിക്കേഷനും അത് കമ്മ്യൂട്ടേറ്റീവും ആണ് അസോസിയേറ്റീവും ആണ് ഏത് റാഷണൽ നമ്പേഴ്സിൻ്റെ കേസിൽ. ഓക്കെ, കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറയാൻ കാര്യം എന്താണ്? ഏത് രണ്ട് റാഷണൽ നമ്പർ, ഓക്കെ, ഏത് രണ്ട് റാഷണൽ നമ്പർ P/Q M/N, ഓക്കെ, ഇങ്ങനെ ഏത് രണ്ട് റാഷണൽ നമ്പർ എടുത്ത് നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാലും P/Qൻ്റെ കൂടെ M/N ആഡ് ചെയ്താലും M/Nൻ്റെ കൂടെ P/Q ആഡ് ചെയ്ത് കഴിഞ്ഞാലും ഒന്ന് തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് കമ്മ്യൂട്ടേറ്റീവാണ്. ഇനി മൾട്ടിപ്ലിക്കേഷനോ അതുപോലെ തന്നെ P/Q ഇൻറ്റു M/N-ഉം M/N ഇൻറ്റു P/Q ചെയ്ത് കഴിഞ്ഞാലും ഒന്ന് തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷനും റാഷണൽ നമ്പേഴ്സിൻ്റെ കേസിൽ എന്താണ്? കമ്മ്യൂട്ടേറ്റീവാണ്. ഇനി അസോസിയേറ്റീവാണ്. P/Q M/N ആൻഡ് A/B ഇങ്ങനെ 3 നമ്പർ എടുക്കുന്നു. ഓക്കെ, P/Qവും അതുപോലെ തന്നെ M/N അതുപോലെ തന്നെ A/B ഇങ്ങനെ 3 നമ്പർ എടുക്കുന്നു. അഡീഷൻ എന്ന് പറയുന്നത് അസോസിയേറ്റീവാണോ? അതായത് ആദ്യത്തെ രണ്ടെണ്ണം ആഡ് ചെയ്യുന്നു, P/Q പ്ലസ് M/N, ആ കിട്ടുന്ന ഉത്തരം A/B ആയിട്ട് ആഡ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം P/Q എന്ന് നമ്പർ ഇവയുടെ സമ്മുമായിട്ട് ആഡ് ചെയ്യുന്നു, M/N പ്ലസ് A/B ആയിട്ട് ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തുല്യമാണോ? തുല്യം തന്നെയായിരിക്കും. ഓക്കെ, റാഷണൽ നമ്പേഴ്സിൻ്റെ കേസിൽ ഇത്തരത്തിൽ തുല്യം തന്നെയായിരിക്കും വരുന്നത്. അതുകൊണ്ട് അഡിഷൻ എന്ന് പറയുന്നത് അസോസിയേറ്റീവാണ്. സിമിലർലി അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷനും എന്ത് തന്നെയാണ്? റാഷണൽ നമ്പേഴ്സിൻ്റെ കേസിൽ അസോസിയേറ്റീവാണ്. ഓക്കെ, അന്നേരം അഡീഷനും മൾട്ടിപ്ലിക്കേഷനും കമ്മ്യൂട്ടേറ്റീവാണ്, അസോസിയേറ്റീവാണ്. പക്ഷേ സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ബൈനറി കോമ്പോസിഷൻ ആണെങ്കിലും ഈ പറയുന്ന രണ്ട് കാര്യങ്ങളും സംഭവിക്കുകയില്ല. കമ്മ്യൂട്ടേറ്റീവും അല്ല, അതുപോലെ തന്നെ അസോസിയേറ്റീവും അല്ല. കാര്യം തൊട്ടുമുമ്പ് നമ്മൾ ഇൻറ്റിജേഴ്സിൻ്റെ കേസ് പറഞ്ഞു. എല്ലാ ഇൻറ്റിജേഴ്സും റാഷണൽ നമ്പറാണല്ലോ. സോ ഇൻറ്റിജേഴ്സിൻ്റെ കേസിൽ തന്നെ കമ്മ്യൂട്ടേറ്റീവും അസോസിയേറ്റീവും അല്ല എന്നുള്ള സ്ഥിതിക്ക് റാഷണൽ നമ്പറിലും അതേ കാര്യം തന്നെ സംഭവിക്കും. അതായത് സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കത്തില്ല, അസോസിയേറ്റീവ് ആയിരിക്കത്തില്ല ഏത് സെറ്റിൽ? റാഷണൽ നമ്പേഴ്സിൽ. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ. ഓൺ Z+ ദ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഡിഫൈൻഡ് ബൈ A*B ഈക്വൽ ടു A ഈസ് അസോസിയേറ്റീവ് ബട്ട് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. ഇവിടെ Z+ ആണ് സെറ്റ്, പോസിറ്റീവ് നമ്പേഴ്സാണ്, നാച്ചുറൽ നമ്പേഴ്സാണ്. ഇവിടെ സ്റ്റാർ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ തന്നിട്ടുണ്ട്. ആ ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇത്തരത്തിലാണ്. ഇതാണ് ഇവിടുത്തെ ഓപ്പറേഷൻ. എയും ബിയും കൂടെ സ്റ്റാർ ചെയ്യുമ്പോൾ കിട്ടുന്നത് A ആണ്, അതായത് ഫസ്റ്റ് എലമെൻറ്റാണ്. ഓക്കെ, ഏത് രണ്ട് എലമെൻറ്റ് നിങ്ങളെടുത്ത് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 * 3 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണ്? ആദ്യത്തെ എലമെൻറ്റാണ് ഔട്ട്പുട്ടായിട്ട് വരുന്നത്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ഓപ്പറേഷൻ. ഈ പറയുന്ന ഓപ്പറേഷൻ പ്രകാരം അസോസിയേറ്റീവ് ആണോ കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അന്നേരം ആദ്യം അസോസിയേറ്റീവ് ആണെന്ന് നോക്കാം. അസോസിയേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ A*B Cയും A*B Cയും ഇത് രണ്ടും തുല്യമാകണം. ഓക്കെ, നമുക്കാദ്യം A*B ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. A*B C ഈക്വൽ ടു ആദ്യം A*Bക്കകത്ത് നമ്മുടെ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യാം. രണ്ട് നമ്പറുകൾ തമ്മിലുള്ള സ്റ്റാർ എന്ന് വെച്ചാൽ ഇവിടുത്തെ ഓപ്പറേഷൻ പ്രകാരം എന്താണ്? ആദ്യത്തെ മെമ്പറാണ്. അന്നേരം A*B എന്ന് വെച്ചാൽ A ആണ് വരുന്നത്. A എഴുതി. ഓക്കെ, അതിനുശേഷം C ഉണ്ടല്ല, അത് അതുപോലെ തന്നെ ഇട്ടു. ഓക്കെ, വീണ്ടും ഇനി ഇതിനകത്ത് നമ്മൾ ഈ പറയപ്പെട്ട ഓപ്പറേഷൻ ചെയ്യുന്നു. A*C എന്ന് വെച്ചാൽ എന്താണ്? ആദ്യത്തെ എലമെൻറ്റ്, അത് A ആണ് റിസൾട്ടായിട്ട് വരുന്നത്. അന്നേരം A*B C എന്ന് പറയുന്നത് A കിട്ടി. ഇനി അടുത്ത A*B C എന്ന് നോക്കാം. A*B C പ്രകാരം എങ്ങനെ എഴുതും? A* അതുപോലെ തന്നെ ഇട്ടു. B*Cക്കകത്ത് നമുക്ക് ഈ പറയപ്പെട്ട ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുന്നു. ഓപ്പറേഷൻ എന്ന് പറയുന്നത് B*C എന്ന് വെച്ചാൽ ആദ്യത്തെ എലമെൻറ്റ് വരും, അതായത് B ആണ് റിസൾട്ടായിട്ട് വരുന്നത്. അന്നേരം അവിടെ B വന്നു. വീണ്ടും A*B വന്നല്ലോ. A*B എന്ന് വെച്ചാൽ എന്താണ്? A ആണ്. സോ A എന്ന് കിട്ടി. അന്നേരം A*B Cയും A*B Cയും രണ്ടും A തന്നെയാണ് കിട്ടിയത്, രണ്ടും സെയിം തന്നെയാണ്. സോ ഓപ്പറേഷൻ അസോസിയേറ്റീവ് ആണ്. ഇനി കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് നോക്കാം. കമ്മ്യൂട്ടേറ്റീവ് ആണെങ്കിൽ A*Bയും B*Aയും തുല്യമായിരിക്കണം. അത് ഒറ്റയടിക്കാൻ നമുക്ക് പറയാം. A*B എന്ന് വെച്ചാൽ ഡെഫിനിഷൻ പ്രകാരം A ആണ് ആദ്യത്തെ മെമ്പർ. B*A അങ്ങനെയെങ്കിൽ ആദ്യത്തെ മെമ്പർ B അല്ലേ? B ആണ് റിസൾട്ടായിട്ട് വരുന്നത്. അന്നേരം A*B Aയും കിട്ടി, B*A Bയും കിട്ടി. രണ്ടും ഡിഫറൻ്റ് ആണ്. സോ രണ്ടും സെയിം അല്ല. സോ ഇറ്റ് ഈസ് എന്തല്ല? കമ്മ്യൂട്ടേറ്റീവ് അല്ല. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് വൺ ഒരു തിയറമാണ് അസോസിയേറ്റിവിറ്റി ഓഫ് കോമ്പോസിഷൻ. ഓക്കെ, ഫങ്ഷൻസിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ അസോസിയേറ്റീവ് ആണെന്നുള്ളതാണ് ഈ തിയറത്തിൽ പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള 2-3 സ്റ്റെപ്പുകൾ മാത്രമേ ഉള്ളൂ തിയറം. ഓക്കെ, വളരെ ഈസിയാണ്. ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. എസ് എന്ന് പറയുന്ന ഒരു സെറ്റാണ്. എഫ്, ജി, എച്ച് ഇതെല്ലാം എസ്സിൽ നിന്നും എസ്സിലോട്ട് മാപ്പ് ചെയ്യപ്പെടുന്ന ഫങ്ഷൻസാണ്. അങ്ങനെയെങ്കിൽ ഈ പറയപ്പെട്ട ഓപ്പറേഷൻ ഫങ്ഷൻസിൽ സാറ്റിസ്ഫൈ ചെയ്യും. അതായത് കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഫങ്ഷൻസിൽ അസോസിയേറ്റീവാണ്. ഓക്കെ, എന്താണ് അസോസിയേറ്റീവ് എന്ന് വെച്ചാൽ A*B എന്ന് പറയുന്നതും അതുപോലെ തന്നെ A*B C എന്ന് പറയുന്നതും എന്താണ്? തുല്യമാണെന്നുള്ളതാണ്. ഓക്കെ, ഈ സ്റ്റാർ എന്ന് പറയുന്ന ഓപ്പറേഷന് പകരം കോമ്പോസിഷൻ കൊടുത്തു കഴിഞ്ഞാലും
ഫംഗ്ഷൻസിൻ്റെ കേസിൽ അത് ട്രൂ ആണ് എന്നുള്ളതാണ് ഈ തിയറം പറയുന്നത്. ഇപ്പോൾ എ ബി സിക്ക് ഒരു എഫ് ജി എച്ച് എന്ന് പറയുന്ന 3 ഫംഗ്ഷൻസ്, ആ ഫംഗ്ഷൻസ് സ്റ്റാറിന് പകരം കോമ്പോസിഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ കൊടുക്കുന്നു. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇത് എല്ലായ്പ്പോഴും ട്രൂ ആയിരിക്കും എന്നുള്ളതാണ് ഈ തിയറം പറയുന്നത്. നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം. അതിനാദ്യം നമ്മൾ അറിയേണ്ടത് കോമ്പോസിഷൻ ഓപ്പറേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. എഫ് കോമ്പോസിഷൻ ജി, എഫ് ജി 2 ഫംഗ്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ എഫ് കോമ്പോസിഷൻ ജി ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്ന് വെച്ചാൽ ഇത്തരത്തിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്നാണ്, ഫോർ എവരി എക്സ് ബിലോങ്സ് ടു എസ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അങ്ങനെയെങ്കിൽ ഇത് രണ്ടും തുല്യമാണെന്ന് നോക്കാം. അതിനാദ്യം എന്താണ് എഫ് കോമ്പോസിഷൻ ഓഫ് ജി കോമ്പോസിഷൻ എച്ച് ഓഫ് എക്സ്, അതും എഫ് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എച്ച് ഓഫ് എക്സും ഇത് രണ്ടും തുല്യമാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ, അതിനാദ്യം എഫ് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എച്ച് ഓഫ് എക്സ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. തൊട്ടുമ്പത്തെ ഡെഫിനിഷൻ പ്രകാരം എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്നുള്ള ഡെഫിനിഷനാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അതിനതായി ഇത് ഞാൻ എഫ് ആയിട്ട് എടുക്കുന്നു. ഓക്കെ, ഇത് ഞാൻ ജി ആയിട്ട് എടുക്കുന്നു. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇതിപ്പോൾ എഫ് കോമ്പോസിഷൻ ജി എന്നുള്ള ഫോമിലാണല്ലോ. ഇതാണ് എഫ്. ഓക്കെ, കോമ്പോസിഷൻ ഇതാണ് ജി. അന്നേരം എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ്, എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്ന് വെച്ചാൽ എഫ് ഓഫ് ജി ഓഫ് എക്സ്. ഓക്കെ, എഫ് എന്ന് വെച്ചാൽ ഇവിടെ എന്താണ്? എഫ് കോമ്പോസിഷൻ ജി ഓഫ് ജി ഓഫ് എക്സ്. ജി എന്ന് വെച്ചാൽ ഇവിടെ എന്താണ്? എച്ച് ഓഫ് എക്സ്. ഓക്കെ ആണല്ലോ. ധരിച്ചിക്കൊള്ളു. വീണ്ടും ഇതിനകത്ത് എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ്, ഇതാണ് എക്സ് എന്ന് സങ്കല്പിക്കുക. ഓക്കെ, അന്നേരം ഇപ്പോൾ എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്നുള്ള ഫോമിലാണല്ലോ. എന്താണ് എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ്? എഫ് ഓഫ് ജി ഓഫ് എക്സ്. ഓക്കെ, അന്നേരം എഫ് ഓഫ് ഇതാണ് ജി ഓഫ് എക്സ്, എക്സ് എന്ന് വെച്ചാൽ എച്ച് ഓഫ് എക്സ്. ഓക്കെ ആണല്ലോ, ഫോർ എവരി എക്സ് ബിലോങ്സ് എക്സ്. അന്നേരം ഈ സാധനം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഡെഫിനിഷൻ പ്രകാരം ഇങ്ങനെ കിട്ടി. അതവിടെ നിൽക്കട്ടെ, ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇനി നേരെ തിരിച്ച് എഫ് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എച്ച് ഓഫ് എക്സ് അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അന്നേരം ഇതാണ് എഫ് കോമ്പോസിഷൻ, ഈ സാധനത്തിന് ഞാൻ ജി ആയിട്ട് എടുക്കുന്നു. ഓക്കെ, അന്നേരം എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്നുള്ള ഫോമിലാണ്. എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്ന് വെച്ചാൽ എന്താണ്? എഫ് ഓഫ് ജി ഓഫ് എക്സ്. ഓക്കെ, ഇതാണ് എഫ് ഓഫ് ജി ഓഫ് എക്സ്, ഇതാണ് ജി. ഓക്കെ, അന്നേരം ജി ഓഫ് എക്സ്. ഓക്കെ ആണല്ലോ. വീണ്ടും എഫ് ഞാൻ അതുപോലെ തന്നെ ഇട്ടു. ഇതിനകത്ത് ഇപ്പോൾ വീണ്ടും എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്നുള്ള ഫോമിലല്ലേ. ഓക്കെ, അന്നേരം ഇതിനകത്ത് ഞാൻ എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് അപ്ലൈ ചെയ്യുമ്പോൾ വരും എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് വരും. ശരിയല്ലേ? അതിന് ഇക്വേഷൻ നമ്പർ 2 ഒന്ന് കൊടുത്തു. ഓക്കെ, 1ഉം 2ഉം ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, രണ്ടും തുല്യം തന്നെയാണ്. അതായത് എഫ് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എച്ച് ചെയ്താലും എഫ് കോമ്പോസിഷൻ ഓഫ് ജി കോമ്പോസിഷൻ എച്ച് ചെയ്ത് കഴിഞ്ഞാലും രണ്ടും തുല്യം തന്നെയാണ് കിട്ടുന്നത്. അതായത് കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഒരു അസോസിയേറ്റീവ് ബൈനറി ഓപ്പറേഷൻ തന്നെയാണ്. ഇതാണ് സംഗതി. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ. ഇനി അങ്ങനെയെങ്കിൽ ഈ കോമ്പോസിഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ ഫങ്ഷൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് അസോസിയേറ്റീവ് ആണോ എന്നുള്ളത് ക്ലിയറായി. ഇനി കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അതിനൊരു നോട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് അസോസിയേറ്റീവ് ആണ്, പക്ഷേ കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻ എന്ന് പറയുന്നത് എന്തല്ല, കമ്മ്യൂട്ടേറ്റീവ് ആകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അത് ജനറലി 2 ആകണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, ഒരു കൗണ്ടർ എക്സാമ്പിൾ കാണിക്കുവാണ് കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്നുള്ളതിന്. ലെറ്റ് എഫ് കോമ ജി ഈസ് ഫ്രം ആർ ടു ആർ. ആറിൽ നിന്നും ആറിലോട്ടുള്ളൊരു 2 ഫംഗ്ഷൻസ് ഞാൻ എടുക്കുന്നു, എഫും ജി. ഓക്കെ, ഡിഫൈൻ ചെയ്യുന്നു. എഫ് എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ഞാൻ എടുത്തു, ജി എക്സ് 2x എന്ന് എടുത്തു. അങ്ങനെയെങ്കിൽ കമ്മ്യൂട്ടേറ്റീവ് ആകണമെങ്കിൽ എഫ് കോമ്പോസിഷൻ ജിയും അതുപോലെ തന്നെ ജി കോമ്പോസിഷൻ എഫും തുല്യമാകണം. ഓക്കെ, എ സ്റ്റാർ ബിയും ബി സ്റ്റാർ എയും തുല്യമാകണം. ഇതാണല്ലോ കമ്മ്യൂട്ടേറ്റീവ്. അന്നേരം കോമ്പോസിഷനിൽ ഈ പറയപ്പെട്ട ഫംഗ്ഷൻ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം നമുക്ക്. ആദ്യം എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് ഞാനൊന്ന് കണ്ടുപിടിക്കുന്നു. എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്ന് വെച്ചാൽ ഡെഫിനേഷൻ പ്രകാരം എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്നാണ്. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ 2x എന്നാണ്. അന്നേരം എഫ് ഓഫ് 2x എന്ന് വരും. ഓക്കെ, ഇതിപ്പോൾ എഫ് ഓഫ് എക്സ് എന്നുള്ള ഫോമിലാണ്. ഓക്കെ, എഫ് ഓഫ് എക്സ് നമ്മളിലുണ്ട് സൈൻ എക്സ് ആണ്. അങ്ങനെ എഫ് ഓഫ് 2x എന്താണ്? എക്സിന് വരും 2x കൊടുത്താൽ മതി. അന്നേരം സൈൻ 2x എന്ന് വരും. ഓക്കെ ആണല്ലോ. അന്നേരം എഫ് കോമ്പോസിഷൻ ജി നമുക്ക് സൈൻ 2x എന്ന് കിട്ടി. ഇനി നേരെ തിരിച്ച് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഡെഫിനേഷൻ പ്രകാരം ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് തന്നിട്ടുണ്ട് എഫ് ഓഫ് എക്സ് സൈൻ എക്സ് ആണ്. ഞാൻ സൈൻ എക്സ് എന്ന് കൊടുത്തു. ഓക്കെ, ഇതിപ്പം ജി ഓഫ് എക്സ് എന്നുള്ള ഫോമിലല്ലേ ജി ഓഫ് എക്സ്. ജി ഓഫ് എക്സ് എന്ന് വെച്ചാൽ എന്താണ്? 2 × x എന്നാണ്. ഓക്കെ, ഈ എക്സ് ആണ് ഈ എക്സ് ആയിട്ട് വരുന്നത്, 2 times that x. ഇവിടെ എക്സിന് വരെ എന്താണ് നടക്കുന്നത്? സൈൻ എക്സ് എന്നാണ്. അന്നേരം ജി ഓഫ് എക്സ് എന്ന് വെച്ചാൽ എന്താ വരും? 2 times സൈൻ എക്സ് എന്ന് വരും. ശരിയല്ലേ? നമുക്ക് എഫ് കോമ്പോസിഷൻ ജി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സൈൻ 2x ജി കോമ്പോസിഷൻ എഫ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2 sin x എന്നാണ് കിട്ടിയത്. അത് രണ്ടും എന്തല്ല? തുല്യമല്ല. ഓക്കെ, അതായത് ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഫങ്ഷൻസിൽ കോമ്പോസിഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ അസോസിയേറ്റീവ് ആകാം, പക്ഷേ എന്താകണമെന്ന് നിർബന്ധമില്ല, കമ്മ്യൂട്ടേറ്റീവ് ആകണമെന്ന് നിർബന്ധമില്ല. അതിനൊരു എക്സാമ്പിളാണ്.
ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഡിറ്റർമൈൻ വെദർ ദി ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഡിഫൈൻഡ് ഈസ് കമ്മ്യൂട്ടേറ്റീവ് ആൻഡ് വെദർ സ്റ്റാർ ഈസ് അസോസിയേറ്റീവ്. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, ഒരു 7 ക്വസ്റ്റ്യനോളം തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ 4 നമുക്കൊന്ന് ചെയ്യാം. ഫസ്റ്റ് വൺ ഡിഫൈൻ ചെയ്ത് തന്നിരിക്കുന്നത് ഇതാണ് ഡെഫിനേഷൻ. അത് സ്റ്റാർ എന്ന് പറയുന്ന ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അത് ക്യൂവിലാണ്, റാഷണൽ നമ്പറിലാണ് ഡിഫൈൻ ചെയ്ത് തന്നിരിക്കുന്നത്. ഇവിടുത്തെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് എ സ്റ്റാർ ബി എന്ന് പറയുന്നത് AB+1 എന്നുള്ള ഫോമിലാണ്. ഓക്കെ, അതായത് ഏത് 2 നമ്പർ എടുത്ത് നിങ്ങൾ സ്റ്റാർ ചെയ്ത് കഴിഞ്ഞാലും അവിടുത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആ 2 നമ്പറുകൾ തമ്മിലുള്ള പ്രോഡക്റ്റിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ 1 സ്റ്റാർ 2 ആണെന്നുണ്ടെങ്കിൽ 1 × 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 × 2 2, എന്നിട്ട് അതിൻ്റെ കൂടെ എന്തോ ചെയ്യുന്നു, 1 ആഡ് ചെയ്യുന്നു. ഇതാണ് ഇവിടുത്തെ ഓപ്പറേഷൻ. ഓക്കെ, ഇപ്പം 4 സ്റ്റാർ 3 എന്നാണെന്നുണ്ടെങ്കിൽ ഈ 2 നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു 4 × 3. ഓക്കെ, 4 × 3, എന്നിട്ട് അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുന്നു. ഇതാണ് ഓപ്പറേഷൻ. ഓക്കെ, ഈ ഒരു ഓപ്പറേഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ ഓപ്പറേഷൻ പ്രകാരം ക്യൂവിൽ അസോസിയേറ്റീവും കമ്മ്യൂട്ടേറ്റീവും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് കമ്മ്യൂട്ടേറ്റീവ് ചെക്ക് ചെയ്ത് നോക്കാം. എ സ്റ്റാർ ബിയും ബി സ്റ്റാർ എയും തുല്യമാണെന്ന് നോക്കാം. എ സ്റ്റാർ ബി ഞാനെന്ന് എടുക്കുന്നു. എ സ്റ്റാർ ബി എന്ന് വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് AB+1. അങ്ങനെയെങ്കിൽ ബി സ്റ്റാർ എ എന്ന് വെച്ചാൽ ഡെഫിനേഷൻ പ്രകാരം ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു B × A, എന്നിട്ട് അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുന്നു. ഓക്കെ, B × A എന്ന് പറയുന്നതും A × B എന്ന് പറയുന്നതും ക്യൂവിൽ തുല്യമാണ്. കാര്യം റാഷണൽ നമ്പറിൽ നിന്നും ഏത് 2 നമ്പർ എടുത്ത് നിങ്ങൾ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താലും ഒരുപോലെ തന്നെ ആയിരിക്കും. ഓക്കെ, 2 നമ്പർ ഇഷ്ടമുള്ള 2 നമ്പർ എടുക്കുക. ഓക്കെ, അത് ഏത് നമ്പർ എടുത്തു കഴിഞ്ഞാലും അത്തരത്തിൽ ട്രൂ ആയിരിക്കും എന്നുള്ളതാണ് റാഷണൽ നമ്പറിൻ്റെ പ്രത്യേകത. ഓക്കെ, AB എന്നുള്ള 2 നമ്പർ എടുക്കുന്നു. A ൻ്റെ കൂടെ B മൾട്ടിപ്ലൈ ചെയ്താലും B ൻ്റെ കൂടെ A മൾട്ടിപ്ലൈ ചെയ്താലും ഒന്ന് തന്നെയാണ്. സോ അങ്ങനെയെങ്കിൽ B × Aക്ക് വരും AB എന്ന് കൊടുക്കാം. ഓക്കെ, അന്നേരം AB+1 എന്ന് വരും. അന്നേരം നമ്മൾ എ സ്റ്റാർ ബി കാൽക്കുലേറ്റ് ചെയ്തപ്പോഴും AB+1 എന്ന് വന്നു, ബി സ്റ്റാർ എ കാൽക്കുലേറ്റ് ചെയ്തപ്പോഴും AB+1 എന്ന് വന്നു. രണ്ടും സെയിം തന്നെയാണ്. സോ സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഇനി അസോസിയേറ്റീവ് ആണെന്ന് നോക്കാം. എ സ്റ്റാർ ബി സ്റ്റാർ സി. ഓക്കെ, അതിന് സൂക്ഷിച്ച് ചെയ്യണം. ആദ്യം എ സ്റ്റാർ ബിക്കകത്താണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. എ സ്റ്റാർ ബി എന്ന് വെച്ചാൽ എന്താണ്, AB+1 ആണ്. അതിനൊരു AB+1 എന്ന് കൊടുത്തു. സ്റ്റാർ സി അതുപോലെ തന്നെ ഇട്ടു. ഓക്കെ, വീണ്ടും ഇതിപ്പോൾ എ സ്റ്റാർ ബി എന്നുള്ള ഫോമിലായി. ഇതാണ് എ എന്ന് പറയുന്നത്, ഇതാണ് ബി എന്ന് പറയുന്നത്. എ സ്റ്റാർ ബി ഇവിടുത്തെ ഡെഫിനിഷൻ പറയുന്നത് ഈ 2 നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുന്നു. ഓക്കെ, അത് AB+1ഉം സിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി സി അകത്തോട്ട് മൾട്ടിപ്ലൈ അല്ല, C × AB, ABC, C × 1, C+1 എന്ന് വരും. ഓക്കെ, ABC + C+1 എന്ന് തോന്നുന്നു. ഇനി നേരെ തിരിച്ചു, ഇപ്പോൾ എ സ്റ്റാർ ബി സ്റ്റാർ സി അല്ലേ, ഇനി എ സ്റ്റാർ ഓഫ് ബി സ്റ്റാർ സി കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അത് എ സ്റ്റാർ ഞാൻ അതുപോലെ തന്നെ ഇട്ടു. ആദ്യം ബി സ്റ്റാർ സി കാൽക്കുലേറ്റ് ചെയ്യുന്നു. ബി സ്റ്റാർ സി എന്ന് വെച്ചാൽ നമുക്ക് ഇവയുടെ പ്രോഡക്റ്റിനൂടെ 1 ആഡ് ചെയ്യുന്നു. B × C+1. വീണ്ടും എ സ്റ്റാർ ബി, ഇതാണ് എ സ്റ്റാർ, ഇതാണ് ബി. എ സ്റ്റാർ ബി എന്ന് വെച്ചാൽ ഇവയുടെ പ്രോഡക്റ്റ്. ഓക്കെ, അതാണ് ഈ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി എ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ABC + A+1 എന്ന് വരും. രണ്ടും സെയിം ആണോ? അല്ല, ABCയും 1ഉം ഓക്കെ ആണ്. പക്ഷേ ഇത് സിയും ഇവിടെ എയും ആണ് വന്നിരിക്കുന്നത്. രണ്ടും വ്യത്യസ്തമായ എലമെൻറ്റ്സ് ആണ്, രണ്ടും വ്യത്യസ്തമായ റിസൾട്ടാണ്, രണ്ടും തുല്യമല്ലാത്തതുകൊണ്ട് എന്തല്ല, ഈ തന്നിരിക്കുന്ന ഓപ്പറേഷൻ അസോസിയേറ്റീവ് അല്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, എ സ്റ്റാർ ബി = AB/2 ഡിഫൈൻഡ് ഓൺ ക്യൂ. ഇവിടെയും റാഷണൽ നമ്പർ ക്യൂവിൽ ഡിഫൈൻ ചെയ്ത് തന്നിരിക്കുന്നത്, സ്റ്റാർ എന്ന് പറയുന്ന ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്ത് തന്നിരിക്കുന്നത് എ സ്റ്റാർ ബി എന്ന് പറയുന്ന 2 നമ്പറുകൾ തമ്മിലുള്ള സ്റ്റാർ എന്ന് പറയുന്നത് ഡെഫിനിഷൻ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ആ ഒരു ഐഡിയ വെച്ചിട്ട് വേണം ബാക്കിയെല്ലാം ചെയ്യാൻ. ഇവയുടെ പ്രോഡക്റ്റ്, എന്നിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ 5 സ്റ്റാർ 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഓപ്പറേഷൻ പ്രകാരം 5ഉം 7നോട് മൾട്ടിപ്ലൈ ചെയ്യുന്നു 35, എന്നിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇതാണ് ഇവിടുത്തെ ഓപ്പറേഷൻ. ഓക്കെ, ആ രീതിയിൽ നമുക്ക് അസോസിയേറ്റീവും കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം എ സ്റ്റാർ ബി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി ബി സ്റ്റാർ എ കാൽക്കുലേറ്റ് ചെയ്യാം. ബി സ്റ്റാർ എന്ന് വെച്ചാൽ ഇവയുടെ പ്രോഡക്റ്റ് B × A, എന്നിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞു, ഇവിടെ ക്യൂ ആണ്, റാഷണൽ നമ്പറാണ്. ഏത് 2 റാഷണൽ നമ്പർ എടുത്ത് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താലും ഒന്ന് തന്നെയാണ്. A × B ചെയ്താലും B × A ചെയ്താലും ഒരുപോലെ തന്നെയാണ്. അന്നേരം ഈ B × Aക്ക് വരെ നമുക്ക് A × B എന്ന് കൊടുക്കാം. ഓക്കെ, അന്നേരം എ സ്റ്റാർ ബി AB/2 എന്ന് കിട്ടി, ബി സ്റ്റാർ എയും AB/2 എന്ന് കിട്ടി. രണ്ടും സെയിം ആണ്, കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഇനി നമുക്ക് അസോസിയേറ്റീവ് ആണെന്ന് നോക്കാം. എ സ്റ്റാർ ബി സ്റ്റാർ സി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യം എ സ്റ്റാർ ബി എന്ന് വെച്ചാൽ ഡെഫിനിഷൻ പ്രകാരം ഇവയുടെ പ്രോഡക്റ്റിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, AB/2. സ്റ്റാർ സിയെ ഞാൻ അതുപോലെ തന്നെ ഇട്ടു. വീണ്ടും ഇതിപ്പോൾ എ സ്റ്റാർ ബി എന്നുള്ള ഫോമിലായി. ഇതാണ് എ, ഇതാണ് ബി. എന്താണ് എ സ്റ്റാർ ബി പറയുന്നത്? ഇവയുടെ പ്രോഡക്റ്റ് AB/2 × C. ഓക്കെ, എന്നിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. ദരിസികൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു ABC/2 × 2 എന്താണ് 4 എന്ന് വരും. ഓക്കെ, ഇനി അടുത്ത് വീണ്ടും എ സ്റ്റാർ ഓഫ് ബി സ്റ്റാർ സി. ഓക്കെ, എ സ്റ്റാർ അതുപോലെ ഇട്ടു. ബി സ്റ്റാർ സിയുടെ ഡെഫിനേഷൻ പ്രകാരം ഇവയുടെ പ്രോഡക്റ്റ് B × C, അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അന്നേരം ഇതിപ്പോൾ വീണ്ടും എ സ്റ്റാർ ബി എന്നുള്ള ഫോമിലായി. ഓക്കെ, എന്താണ് എ സ്റ്റാർ ബി എന്ന് പറയുന്നത്? എ സ്റ്റാർ ബി എന്ന് വെച്ചാൽ ഈ 2 നമ്പറുകളുടെ പ്രോഡക്റ്റ് A × BC/2.
അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താ ഒരു ABC/4 എന്നാണ് വരുന്നത്. രണ്ടും തുല്യമാണ്. സോ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. തേർഡ് വൺ A*B എന്ന് പറയുന്നത് 2ab എന്നുള്ള ഫോമിലാണ്. Z+ലാണ്, പോസിറ്റീവ് നമ്പേഴ്സാണ്. ഓക്കെ, നാച്ചുറൽ നമ്പേഴ്സാണ്. ഓക്കെ, അന്നേരം A*B എന്ന് പറയുന്നത് 2ab. ഓക്കെ, അന്നേരം ഏത് രണ്ട് നമ്പർ നിങ്ങൾ സ്റ്റാർ ചെയ്ത് കഴിഞ്ഞാലും 2 ആ രണ്ട് നമ്പറുകളുടെ പ്രോഡക്റ്റാണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ 2*3 എന്നാണെന്നുണ്ടെങ്കിൽ ഡെഫിനിഷൻ പറയുന്നത് 2 ഈ രണ്ട് നമ്പറുകളുടെ പ്രോഡക്റ്റ് 2 × 3. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ഓപ്പറേഷൻ. ഓക്കെ, അതിൽ നമുക്ക് A*B ഓൾറെഡി തന്നിട്ടുണ്ട്. ഇനി B* എന്ന് നോക്കാം. B* എന്ന് വെച്ചാൽ 2 ഈ രണ്ട് നമ്പറുകളുടെ പ്രോഡക്റ്റ് B × A എന്ന് വരും. ഓക്കെ, B × Aയും A × Bയും തുല്യമാണോ? തുല്യമാണ്. കാര്യം ഇവിടെ പോസിറ്റീവ് നമ്പേഴ്സ്. ഏത് രണ്ട് പോസിറ്റീവ് നമ്പർ എടുത്ത് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താലും ഒന്നാ. ഓക്കെ, 1 × 2 2 × 1 സെയിം ആണ് എന്ന് പറയുന്നത് പോലെ. ഓക്കെ, അതായത് B × Aക്ക് വരും A × B എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇവിടുത്തെ സെറ്റിനനുസരിച്ചാണ് എഴുതാൻ പറ്റുന്നത്. സെറ്റ് Z+ ആണ്, അതുകൊണ്ടാണ് അത്തരത്തിൽ എഴുതാൻ പറ്റുന്നത്. അതുകൊണ്ട് ഇപ്പോൾ രണ്ടും നമുക്ക് 2ab എന്ന് കിട്ടി. രണ്ടും തുല്യമാണ്, കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഇനി അസോസിയേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനാദ്യം A*B*C എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. A*B ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് A*B ഡെഫിനിഷൻ പ്രകാരം 2 ആ രണ്ട് നമ്പറുകളുടെ പ്രോഡക്റ്റ് A ൻ്റെ B ൻ്റെ പ്രോഡക്റ്റ്. ഓക്കെ, C ഞാൻ അതുപോലെ തന്നെ കിട്ടും. ഓക്കെ ആണല്ലോ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വീണ്ടും A*B എന്നുള്ള ഫോമിലായി. ഇതാണ് A, ഇതാണ് B. തെറ്റിക്കരുത്. ഓപ്പറേഷൻ പറയുന്നത് 2 ഈ രണ്ട് നമ്പറുകളുടെ പ്രോഡക്റ്റ്. ഓക്കെ, അതാണ് 2 ഈ രണ്ട് ഇവിടുത്തെ രണ്ട് നമ്പറുകൾ ഏതൊക്കെയാണ്? 2ab × C. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. അന്നേരം 2ab × C എന്ന് വരും. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. ഇതാണ് ഫസ്റ്റ് വൺ. ഇനി നേരെ തിരിച്ച് A*B*C കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിന് A* ഞാൻ അതുപോലെ തന്നെ ഇട്ടു. B*C ഇവ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്? 2 ഈ രണ്ട് നമ്പറുകളുടെ പ്രോഡക്റ്റ് B × C. ഓക്കെ, അതാണ് ഈ എഴുതിയിരിക്കുന്നത്. വീണ്ടും A*B ഇതാണ് A*, ഇതാണ് B. A*B എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്? ഡെഫിനിഷൻ പ്രകാരം 2 ഈ രണ്ട് നമ്പറുകളുടെ പ്രോഡക്റ്റ്, അതായത് A × 2BC എന്ന് വരും. ഓക്കെ ആണല്ലോ, അതാണ് തൈ എഴുതിയിരിക്കുന്നത്. രണ്ടും ഒന്നാണോ? രണ്ടും ഒന്നല്ല. ഓക്കെ, ഇവിടെ Cയും ഇവിടെ Aയും ആണ് വന്നിരിക്കുന്നത്. രണ്ടും ഡിഫറൻ്റ് ആണ്. അതുമല്ല പ്രോഡക്റ്റിലും വ്യത്യാസമുണ്ട്. 2BC ആണ് ഇവിടെ, ഇവിടെ AB ആണ്. ഓക്കെ, പവറിൽ. ഓക്കെ, അന്നേരം വ്യത്യസ്തമായതുകൊണ്ട് ഈക്വൽ അല്ലാത്തതുകൊണ്ട് അതെന്തല്ല, അസോസിയേറ്റീവ് അല്ല. ഫോർത്ത് വൺ A*B എന്ന് പറയുന്നത് A⁻B എന്നുള്ളതാണ് തന്നിരിക്കുന്നത്. അവിടെ ഇതും സെറ്റ് തന്നിരിക്കുന്നത് പോസിറ്റീവ് നമ്പേഴ്സാണ്, നാച്ചുറൽ നമ്പേഴ്സാണ്. ഓക്കെ, അന്നേരം A*B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡെഫിനേഷൻ പറയുന്നത് ഫസ്റ്റ് നമ്പർ റൈസ് ടു സെക്കൻഡ് നമ്പർ. ഫോർ എക്സാമ്പിൾ 2*3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഫസ്റ്റ് നമ്പർ റൈസ് ടു സെക്കൻഡ് നമ്പർ 2³ ഈ രീതിയിലാണ് ഇവിടുത്തെ ഓപ്പറേഷൻ തന്നിരിക്കുന്നത്. അന്നേരം A*B നമുക്ക് തന്നിട്ടുണ്ട്. ഇനി B* എന്ന് കാൽക്കുലേറ്റ് ചെയ്യും. B* എന്ന് വെച്ചാൽ B ആണ് ഫസ്റ്റ് നമ്പർ. അന്നേരം ഫസ്റ്റ് നമ്പർ റൈസ് ടു സെക്കൻഡ് നമ്പർ. ഓക്കെ, അന്നേരം A⁻B എന്ന് പറയുന്നതും B⁻A എന്ന് പറയുന്നതും സെയിം ആണോ? ഇപ്പോൾ 4⁻2 എന്ന് പറയുന്നതും 2⁻4 എന്ന് പറയുന്നതും സെയിം ആണോ? 4² അത് ഞാനീ പറഞ്ഞ എക്സാമ്പിൾ ശരിയാണെന്ന് തോന്നുന്നില്ലേ? 4² 16ഉം 2⁻4 2 × 4 16 ശരിയാണ്. വേറെ ഇതിൻ്റെ എക്സാമ്പിൾ നോക്കുക. 3² 2³ ശരിയാണോ? 3² 9 ആണ്, 2³ 8 ആണ്. രണ്ടും ഓൾവേസ് എല്ലായ്പ്പോഴും ട്രൂ അല്ല. അതുകൊണ്ട് ഈ രണ്ട് ക്വാണ്ടിറ്റീസും തുല്യമല്ല. സോ എന്തല്ല, കമ്മ്യൂട്ടേറ്റീവ് അല്ല. ഓക്കെ, ഇനി അസോസിയേറ്റീവ് ആണെന്ന് നോക്കാം. A*B*C. A*B എന്ന് വെച്ചാൽ ഡെഫിനിഷൻ പ്രകാരം ഫസ്റ്റ് നമ്പർ റൈസ് ടു സെക്കൻഡ് നമ്പർ. C അതുപോലെ തന്നെ കിട്ടും. വീണ്ടും ഇതേ ഓപ്പറേഷൻ A*B. ഓക്കെ, A*B എന്താണ്? ഫസ്റ്റ് നമ്പർ, ഇതാണ് ഫസ്റ്റ് നമ്പർ. ഓക്കെ, A⁻B റൈസ് ടു സെക്കൻഡ് നമ്പർ, അതായത് റൈസ് ടു C എന്ന് വരും. ഓക്കെ, A⁻B⁻C അല്ലേ? ഒരു മിനിറ്റ്. ഇവിടെ എന്താ A⁻B⁻C ഇങ്ങനല്ലേ വന്നിരിക്കുന്നത്? ഓൾറെഡി നമ്മൾ റിസൾട്ട് പഠിച്ചിട്ടുണ്ട്, കൊച്ചു ക്ലാസ്സിലേ പഠിക്കുന്നതാണ്. A⁻M⁻n എന്ന് വെച്ചാൽ എന്താണ്? ഈ രണ്ട് സാധനങ്ങളും മൾട്ടിപ്ലൈ ചെയ്യാം. A⁻M × n എന്ന് എഴുതാം. ശരിയല്ലേ? അന്നേരം ഇവിടെ അതുപോലെ തന്നെ A⁻B A⁻B × C എന്ന് എഴുതാം. ഓക്കെ, ഇനി നേരെ തിരിച്ച് A*B*C. ഓക്കെ, അല്ല A* ഞാൻ അതുപോലെ തന്നെ ഇട്ടു. B*C എന്ന് വെച്ചാൽ എങ്ങനെ വരും? ഫസ്റ്റ് എലമെൻറ്റ് റൈസ് ടു സെക്കൻഡ് എലമെൻറ്റ്, അതായത് B⁻C. വീണ്ടും A*B. ഓക്കെ, ഡെഫിനിഷൻ പ്രകാരം ഫസ്റ്റ് എലമെൻറ്റ് A റൈസ് ടു B⁻C എന്ന് വരും. A⁻B⁻C ആണിത്. ഓക്കെ, B⁻C എന്ന് പറയുന്നത് ഒരു നമ്പറാണ്. B⁻C എന്ന് നേരത്തെ എഴുതിയത് A⁻B ആണ്. ഓക്കെ, അതിനെയാണ് റൈസ് ടു C ചെയ്യുന്നത്.
ഓക്കെ, ഇത് എ എന്ന് പറയുന്നതാണ് ഒരു നമ്പർ, ബി റൈസ് ടു സി എന്ന് പറയുന്നത് വേറൊരു നമ്പരാണ്. ഓക്കെ, ഇതാണ് വ്യത്യാസം. ഇവിടെ പലരും തെറ്റിക്കുന്നൊരു സാധനമാണ്. ഓക്കെ, ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എ റൈസ് ടു ബി എന്ന് പറയുന്നത് ഒരു നമ്പറാണ്, സി എന്ന് പറയുന്നത് വേറൊരു നമ്പറാണ്. രണ്ടാമത്തത് എ ഒരു നമ്പറും ബി റൈസ് ടു സി വേറെ നമ്പരുമാണ്. ഓക്കെ, അതുകൊണ്ട് ഇവിടെ രണ്ടും തുല്യമല്ല ഈ പറയപ്പെടുന്ന രീതിയിൽ. ഇപ്പോൾ എ റൈസ് ടു എം ഒരു നമ്പരും റൈസ് ടു എൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം, എ റൈസ് ടു എം ഇൻറ്റു എൻ എന്ന് എഴുതാം. അതേസമയം എ ഒരു നമ്പരും റൈസ് ടു എം റൈസ് ടു എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഇത് എം റൈസ് ടു എൻ എന്ന് പറയുന്ന ഒരു നമ്പറാണ്, അതിന് എം ഇൻറ്റു എൻ എന്ന് എഴുതാൻ പറ്റത്തില്ല. എം റൈസ് ടു എന്നും എം ഇൻറ്റു എന്നും രണ്ടാണ്. ഓക്കെ, അതുകൊണ്ട് ഇവിടെ രണ്ടും ഡിഫറൻ്റ് ആണ്. സോ ഇത് രണ്ടും തുല്യമല്ല, അത് അസോസിയേറ്റീവ് അല്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ ഹോംവർക്ക് നിങ്ങൾക്കൊരു ചെയ്തു നോക്കാനായിട്ട് 3 ക്വസ്റ്റ്യൻ ഉണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കാര്യം അത് മിക്കവാറും പലരും തെറ്റിക്കും, അതുകൊണ്ടാണ്. അതുകൊണ്ടൊന്ന് ഒന്ന് നോക്കുക. അപ്പോൾ ഫസ്റ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എ സ്റ്റാർ ബി ഈക്വൽ ടു എ ബൈ ബി എന്നുള്ളതാണ് തന്നിരിക്കുന്നത്. ഇവിടെ ഒറ്റയടിക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് എന്തല്ല, അസോസിയേറ്റീവ് അല്ല എന്നുള്ളത് നമുക്ക്, കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. കമ്മ്യൂട്ടേറ്റീവ് കാര്യം ഈ തന്നിരിക്കുന്ന ഓപ്പറേഷൻ എ സ്റ്റാർ ബി ഈക്വൽ ടു എ ബൈ ബി എന്നുള്ളതാണ്, എ ബൈ ബി. ഓക്കെ, ഇവിടെ ആക്ച്വലി സ്റ്റാർ എന്ന് പറയുന്നത് ബൈനറി ഓപ്പറേഷനേ അല്ല. സ്റ്റാർ എന്ന് പറയുന്നൊരു ബൈനറി ഓപ്പറേഷനേ അല്ല. എന്നിട്ട് പിന്നെ ബാക്കി കാര്യം ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം ഇവിടെ തന്നിരിക്കുന്നത് എ ബൈ ബി ഡിവിഷനാണ് തന്നിരിക്കുന്നത്. 2 നമ്പറുകൾ തമ്മിൽ ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. എയും ബിയും ക്യൂലല്ലേ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ക്യൂല് 2 മെമ്പേഴ്സാണ് എയും ബിയും. ഓക്കെ, ഏത് 2 നമ്പർ എടുത്ത് ഇത്തരത്തിൽ സ്റ്റാർ ചെയ്ത് കഴിഞ്ഞാലും ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഡിവിഷനാണ് എ ബൈ ബി. ഡിവിഷൻ എന്ന് പറയുന്നത് റാഷണൽ നമ്പറിലെ ബൈനറി ഓപ്പറേഷൻ ആണോ എന്ന് ആലോചിച്ചാൽ മതി. കാര്യം ഇവിടെ തന്നിരിക്കുന്ന ഡിവിഷൻ അല്ലേ, എ ബൈ ബി എന്നുള്ളത് തന്നിരിക്കുന്നത്. ഏത് 2 നമ്പർ എടുത്താലും ഫസ്റ്റ് നമ്പർ ഡിവൈഡഡ് ബൈ സെക്കൻഡ് നമ്പർ എന്നുള്ള ഫോമിലാണ് ഇവിടുത്തെ ഓപ്പറേഷൻ തന്നിരിക്കുന്നത്. ഈ ഓപ്പറേഷൻ ബൈനറി ആണോ? അല്ല. കാര്യം ഡിവിഷൻ ബൈനറി ഓപ്പറേഷൻ അല്ല. കാര്യം എന്താണ്, ഇപ്പം ഞാൻ 2 എന്നും 0 എന്നും പറയുന്ന 2 നമ്പർ റാഷണൽ നമ്പറിൽ നിന്ന് എടുക്കുന്നു. ഓക്കെ, 2 എന്നും 0 എന്നും പറയുന്നത് 2 റാഷണൽ നമ്പറാണ്. കാര്യം 2/1 എന്ന് എഴുതാം. 0 റാഷണൽ നമ്പറാണ്, 0/1 എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ഡെഫിനിഷൻ പറയുന്നത് എ സ്റ്റാർ ബി 2 സ്റ്റാർ 0 എന്ന് പറയുന്നത് 2/0 എന്നാണ് വരുന്നത്. ഓക്കെ, 2/0 എന്ന് പറയുന്ന റാഷണൽ നമ്പറാണോ? അല്ല, ഡിഫൈൻഡ് അല്ല, വിച്ച് ഇസ് നോട്ട് ബിലോങ്സ് ടു ക്യൂ. സോ ഇവിടെ തന്നിരിക്കുന്ന ഓപ്പറേഷനേ എന്തല്ല, ബൈനറി ഓപ്പറേഷൻ അല്ല. സോ ഇത് പിന്നെ ബാക്കി ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇനി ഓൺ ക്യൂ പ്ലസ്സിൽ എ സ്റ്റാർ ബി ഈക്വൽ ടു എ ബൈ ബി എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ക്യൂ പ്ലസ് ആണ് തന്നിരിക്കുന്നത്, പോസിറ്റീവ് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഈ കേസിൽ 0 വന്നതുകൊണ്ടാണ് ഫെയിലായി പോകുന്നത്. ഓക്കെ, ഇവിടെ സെറ്റ് കുറച്ചും കൂടെ ചെറുതാക്കി ക്യൂ പ്ലസ് 0 ഒഴിവാക്കിയിട്ടുണ്ട്, പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമാണ്. അതുകൊണ്ട് ഡിവിഷൻ പോസിബിൾ ആകും. എ സ്റ്റാർ ബി ഈക്വൽ ടു എ ബൈ ബി എന്നുള്ളത് ഒരു ബൈനറി ഓപ്പറേഷൻ തന്നെയാണ്. ഇനി കമ്മ്യൂട്ടേറ്റീവ് ആണോ അസോസിയേറ്റീവ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, കമ്മ്യൂട്ടേറ്റീവ് ആണെന്നുള്ളത് ഈ പറഞ്ഞ കണ്ടീഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, രണ്ടും സാറ്റിസ്ഫൈ ചെയ്യും. കമ്മ്യൂട്ടേറ്റീവ് ആണ്, അതുപോലെ തന്നെ അസോസിയേറ്റീവ് ആണ്, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഇനി അടുത്ത ഓൺ ഇസഡ് പ്ലസ്സിൽ എ സ്റ്റാർ ബി എന്ന് പറയുന്നത് എ ബൈ ബി. ഓക്കെ, എ സ്റ്റാർ ബി ഈക്വൽ ടു എ ബൈ ബി. ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണോ അസോസിയേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ ഇസഡ് പ്ലസ് ആണ് തന്നിരിക്കുന്നത്. സെറ്റ് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇസഡ് പ്ലസ് ആകുമ്പോഴത്തേക്കും നാച്ചുറൽ നമ്പേഴ്സ് മാത്രമോ 1 2 3 എക്സെട്ര. ഓക്കെ, ഈ കേസിൽ എ സ്റ്റാർ ബി ഈക്വൽ ടു എ ബൈ ബി എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കും. ഓക്കെ, കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കും. ഏത് 2 നമ്പർ എടുത്ത് നിങ്ങൾ എ സ്റ്റാർ ബിയും ബി സ്റ്റാർ എയും സെയിം ആയിരിക്കും. ഓക്കെ, എ സ്റ്റാർ ബിയും ബി സ്റ്റാർ എയും സെയിം ആയിരിക്കും. പക്ഷേ ഇവിടെ എന്തായിരിക്കത്തില്ല, അല്ലല്ലോ, തെറ്റിയല്ലോ. ഇസഡ് പ്ലസ് അല്ലേ, ഇവിടെയും തന്നിരിക്കുന്ന ഡിവിഷനാണല്ലോ. എ സ്റ്റാർ ബി ഈക്വൽ ടു എ ബൈ ബി എന്ന് തന്നിരിക്കുന്നത്. നമ്മൾ ക്യൂവിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്, ഡിവിഷനാണ്. ഇവിടെ നാച്ചുറൽ നമ്പേഴ്സും ചില 1 2 3 എക്സെട്ര എന്നുള്ള നമ്പേഴ്സാണ്. 1 2 3 എക്സെട്ര എന്ന് പറയുന്ന നമ്പേഴ്സാണ്. ഇതിൽ ഏതെങ്കിലും 2 നമ്പർ എടുത്ത് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, 1 സ്റ്റാർ 2 എന്ന് വെച്ചാൽ ഡെഫിനേഷൻ പറയുന്നത് എ സ്റ്റാർ ബി എന്ന് വെച്ചാൽ എ ബൈ ബി എന്നാണ്. അതായത് 1/2 എന്ന് പറയുന്നത് ഇസഡ് പ്ലസ്സിലെ മെമ്പറാണോ? അല്ല. ഓക്കെ, അന്നേരം ശ്രദ്ധിച്ചോണം. ഇസഡ് പ്ലസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്, നാച്ചുറൽ നമ്പേഴ്സാണ്. നാച്ചുറൽ നമ്പേഴ്സിൽ ഡിവിഷൻ എന്ന് പറയുന്നത് എന്തല്ല, ബൈനറി ഓപ്പറേഷൻ അല്ല. ഇവിടെ ഓപ്പറേഷൻ ബൈനറിയേ അല്ല. ഓക്കെ, അന്നേരം എന്താണ് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നതിനകത്ത് ഇസഡ് പ്ലസ്സിൽ ഈ ഓപ്പറേഷൻ എന്തല്ല, ബൈനറി അല്ല. അന്നേരം പിന്നെ ബാക്കി ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. അന്നേരം ഞാൻ ഈ പറഞ്ഞ 3 സെറ്റുകളും നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ അവസാനം പറഞ്ഞ 3 സെറ്റിൽ ഇത് ബൈനറി ഓപ്പറേഷൻ അല്ല, ഇതും ബൈനറി ഓപ്പറേഷൻ അല്ല. അന്നേരം ബൈനറി ഓപ്പറേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന അറിയാമല്ലോ എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ ഇത് ബൈനറിയാണ്. ഓക്കെ, ഇത് ബൈനറിയാണ്. ഇനി അത് അസോസിയേറ്റീവ് ആണോ കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്തോണം, നിങ്ങൾക്കുള്ള ജോലിയാണ്. ഓക്കെ, അത് ആകാതിരിക്കാം. ഓക്കെ,
അന്നേരം കാര്യങ്ങൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ല. അന്നേരം എന്താണ് കമ്മ്യൂട്ടേറ്റീവ് ബൈനറി ഓപ്പറേഷൻ, എന്താണ് അസോസിയേറ്റീവ് ബൈനറി ഓപ്പറേഷൻ എന്നുള്ള കാര്യം വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള പ്രോബ്ലംസൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അത് കുറച്ച് നിങ്ങൾക്ക് സ്പീഡ് കിട്ടാനൊക്കെ നല്ലതാണ്. ഇനി അങ്ങോട്ടുള്ള സെക്ഷനുകളിലൊക്കെ കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി എഴുതി പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ. താങ്ക് യു.